അരുൺ, ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രവർത്തകർ അവിടെ ഉണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 കവാടത്തിലായി പ്രവർത്തകർ നിലകൊള്ളുന്നുണ്ട്. അതിൽ സംസ്ഥാന നേതാവ് അഫ്സൽ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ജീപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും ഒരു 19ഓളം വരുന്ന പ്രവർത്തകർ ഈ കവാടത്തിന് മുന്നിലായിട്ടുണ്ട്. ഇവരെ പൂർണ്ണമായും മാറ്റിയതിനു ശേഷമായിരിക്കും ഈ സെനറ്റ് അംഗങ്ങളെ പ്രവേശിപ്പിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. കാരണം അവർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നോമിനേഷന് ശേഷമുള്ള ആദ്യ യോഗമാണ്, അതിൽ പങ്കെടുക്കണം എന്നൊരു ഉറച്ച നിലപാട് തന്നെ ഇവർ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ 18 അംഗങ്ങളെയാണ് ഈ സർക്കാർ ശുപാർശ ചെയ്യുന്നത്. നേരത്തെ JP സൂചിപ്പിച്ചതുപോലെ തന്നെ ചാൻസലർ ശുപാർശ ചെയ്യുന്നത്. അതിൽ ഈ സംഘപരിവാർ അനുകൂലം അംഗങ്ങളാണെന്ന് ആരോപിച്ചുകൊണ്ടുള്ളവരെ മാത്രമാണ് SFI തടഞ്ഞിട്ടുള്ളത്. മറ്റ് ഇടത് അധ്യാപക സംഘടനയിലുള്ളവരായാലും UDF അംഗങ്ങളായാലും ഒക്കെ ഇവർ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അത് യാതൊരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല. ഇവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഗേറ്റിന് മുന്നിൽ തന്നെ SFI പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ നിലകൊണ്ടത്. അത്തരത്തിൽ ഇപ്പോഴും അവിടെ പ്രവർത്തകരുണ്ടായിരുന്നു. അവരെ പോലീസ് മാറ്റി. ഇനിയിപ്പോൾ ഈ കവാടത്തിന് മുന്നിലായി 2 കവാടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 എൻട്രി പോയിന്റുകളുണ്ട്. ആ 2 എൻട്രി പോയിന്റിന് മുന്നിലും SFI പ്രവർത്തകരുണ്ട്. ഒരു എൻട്രി പോയിന്റിന് മുന്നിൽ ഏകദേശം ഒരു 10ഓളം പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പ്രധാന കവാടത്തിന് മുന്നിലാണ് കൂടുതൽ പേരുള്ളത്. അവിടെ നിന്നുള്ള പ്രവർത്തകരെയാണ് പോലീസ് ഇപ്പോൾ കൂടുതലായും മാറ്റിയിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഈ പ്രവർത്തകരെ മാറ്റാൻ പോലീസ് ശ്രമകരമായ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഗ്രനേഡ് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ പോലീസിന്റെ ഭാഗത്തുണ്ട്. അത്തരത്തിലൊന്നും ഉള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ പ്രവർത്തകരെ എങ്ങനെയെങ്കിലും പോലീസ് നീക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ്. അതിനുള്ള 10ഓളം പ്രവർത്തകരെ പത്മശ്രീ ജേതാവുമുണ്ടല്ലോ അരുൺ, അദ്ദേഹം ഇപ്പോഴും ഈ ഹാളിന് പുറത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അകത്തേക്ക് കയറാൻ പറ്റിയോ? ഇല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അംഗത്തിനും അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഈ ബാലൻ ബുത്തേരിയുമായി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. യാതൊരു കാരണവും ഇല്ലാതെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടത് ഞങ്ങളുടെ അവകാശമാണെന്നാണ് അദ്ദേഹം ഇതിന് പുറത്തുള്ള ഒരു കസേരയിൽ ഇരിക്കുകയാണ്. അവസരമായ ആരോഗ്യനിലയിൽ കൂടിയാണ് അദ്ദേഹം ഉള്ളതിനാൽ തന്നെ അദ്ദേഹം ഉൾപ്പെടെ ഈ പോലീസിനോട് ഈ സെനറ്റ് അംഗങ്ങളുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു നടപടി ആരംഭിച്ചത്. എന്തായാലും 6ഓളം വരുന്ന അംഗങ്ങൾ ഇവർക്ക് ഇതുവരെ ഇങ്ങോട്ട് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഈ പ്രവർത്തകരെ മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും എന്തായാലും അത്തരത്തിലൊരു സംഘർഷം കൂടി കണക്കിലെടുത്ത് ഇവരെന്തായാലും സംഘർഷത്തിനൊന്നുമില്ല, ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കണമെന്നുള്ള ആവശ്യമാണ്, അത് ക്കണം എന്നൊരാവശ്യമാണ് പോലീസിന് മുന്നിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഒരു അറസ്റ്റ് നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുള്ളത്. യോഗം എന്തായാലും ആരംഭിച്ചിട്ടില്ല. 10 മണിക്ക് ആരംഭിക്കേണ്ട യോഗമായിരുന്നു. ഇപ്പോൾ 10:30 അടുക്കുമ്പോൾ യോഗം ആരംഭിച്ചിട്ടില്ല. നിലവിൽ പ്രവർത്തകരെ മാറ്റുന്ന ഒരു ദൗത്യത്തിലാണ് പോലീസ് ഏർപ്പെട്ടിരിക്കുന്നത്.